2 years of pain, physical, emotional, destruction behind that one post. See, to be very honest, ചേച്ചി എന്നോട് എത്ര പ്രാവശ്യം ഇന്റർവ്യൂക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ട് വരാഞ്ഞേ? ബിക്കോസ് നമസ്കാരം. നിങ്ങളിൽ എത്ര പേര് ഈ ഇന്റർവ്യൂ കണ്ടു? അനുപമ പരമേശ്വരന്റെ. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഇങ്ങനെ തുറന്നു പറയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ട്രോമ, നമ്മൾ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് വന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ തുറന്നു പറയുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഈസി. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തുറന്നു പറച്ചിൽ നടത്തിയ അനുപമയുടെ ധൈര്യം, ഇങ്ങനൊരു തുറന്നു പറച്ചിൽ എന്ന് പറയുന്നത് മറ്റുള്ളവർക്കും കൂടി ഒരു പ്രചോദനം തന്നെയാണ്. എസ്പെഷ്യലി സ്ത്രീകളായിട്ടുള്ള ആൾക്കാർ, പെൺകുട്ടികളെല്ലാം തന്നെ ആ ഒരു ഇന്റർവ്യൂ കണ്ടിരിക്കണം. പെൺകുട്ടികൾ മാത്രമല്ല, ആൺകുട്ടികളും പുരുഷന്മാരും എല്ലാം ആ ഒരു ഇന്റർവ്യൂ കാണണം. കാരണം ഈ ഒരു നാർസിസ്റ്റിക് ബിഹേവിയർ എന്ന് പറയുന്ന ഒരു ടേം വരുന്ന സമയത്ത് എല്ലാവരും ആദ്യം വിചാരിക്കുന്നത് ആൺകുട്ടികൾ അല്ലെങ്കിൽ പുരുഷന്മാർക്കാണ് അങ്ങനെ ഒരു സ്വഭാവം ഉള്ളതെന്ന്. ഒരിക്കലുമല്ല. ഈ ഒരു ബിഹേവിയറിന് ജെൻഡർ ബേസ്ഡ് അല്ല. ഈ ഒരു ബിഹേവിയർ ജെൻഡർ ബേസ്ഡ് അല്ല. രണ്ടു പേർക്കും, പുരുഷന്മാർക്കും സ്ത്രീകളിലും ഇത്തരം ബിഹേവിയർ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരു വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം ഒരു റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ അത്തരം റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ആ ഒരു റിലേഷൻഷിപ്പിലാണ് ഞാൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പുരുഷനാണ് നാർസിസ്റ്റ് എന്ന് വിചാരിച്ചോളുക. അപ്പോൾ പുറത്തുള്ളവർക്ക് ആർക്കും തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തില്ല അയാൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് എന്ന്. ആ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സ്ത്രീക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ അയാൾ അങ്ങനെയാണെന്നുള്ളത്. പുറത്തുനിന്ന് നോക്കുന്ന ആൾക്കാർക്കോ എന്ത് നല്ല ചെറുക്കൻ അല്ലെങ്കിൽ എന്ത് നല്ല ആള് എന്നൊരു ബിഹേവിയർ ആയിരിക്കും. കാരണം അവരോടൊക്കെ തന്നെ ആ ഒരു വ്യക്തി, അതിപ്പോ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, അവരോടൊക്കെ കാണിക്കുന്നത് അവരുടെ ഒരു ഗുഡ് ബിഹേവിയർ ആയിരിക്കും. അതായത് നല്ല വശങ്ങൾ മാത്രമേ അവരോടൊക്കെ കാണിക്കത്തുള്ളൂ. പക്ഷേ ഇതിപ്പോ റിലേഷൻഷിപ്പിൽ മാത്രമല്ല കേട്ടോ, അതായത് ലവ് എന്ന് പറയുന്ന ഇപ്പം കാമുകന്മാരുടെ ഇടയിൽ മാത്രമല്ല ഈ ഒരു ബിഹേവിയർ കാണുന്നത്. എല്ലാ രീതിയിലുള്ള റിലേഷൻഷിപ്പിലും ഈ ഒരു ബിഹേവിയർ കാണും. ചിലപ്പോൾ അച്ഛന്മാരായിരിക്കും, ചിലപ്പോൾ അമ്മമാരായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫിന്റെ ഇടയിലായിരിക്കാം. അങ്ങനെ എല്ലാ റിലേഷൻഷിപ്പിലും നമുക്ക് ഈ ഒരു നാർസിസ്റ്റിക് ബിഹേവിയർ കാണാൻ വേണ്ടി സാധിക്കും. ചില വീടുകളിൽ അച്ഛന്മാര് ഭയങ്കര നാർസിസ്റ്റ് ആയിരിക്കും. വീട്ടിലെ ആർക്കും സ്വാതന്ത്ര്യം കൊടുക്കത്തില്ല. മക്കളെ ആയിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, ഭയങ്കര കൺട്രോൾഡ് ആയിട്ട് കൺട്രോളിങ്ങില് മൊത്തം പ്രയോറിറ്റിയും അവർക്ക് കൊടുക്കത്തക്ക രീതിയിൽ അടക്കി ഭരിച്ചു വെച്ചേക്കുന്ന ഒരു സ്വഭാവമുള്ള അച്ഛനായിരിക്കാം. ചിലയിടത്ത് അമ്മമാരായിരിക്കാം. അമ്മമാരെ സംബന്ധിച്ചിടത്തോളം മക്കൾ മൊത്തത്തിൽ തന്റെ കൺട്രോളിലായിരിക്കണം. മക്കൾ ഒരു രീതിയിലും വേറൊരു ഒരു ലെവലിലേക്ക് പോകരുത്. അങ്ങനെ കൺട്രോളിങ് ആയിട്ടുള്ള ഒരു അമ്മയായിരിക്കാം. ചിലയിടത്ത് ഗേൾ ഫ്രണ്ട്സ് ആയിരിക്കാം. കാമുകിമാരും ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. അതായത് കാമുകിമാര് തന്റെ കാമുകനെ ആ ഒരു രീതിയിൽ കൺട്രോളിങ് ആക്കി വെച്ച് എല്ലാ പ്രയോറിറ്റിയും അവർക്ക് കൊടുക്കത്തക്ക രീതിയിലാക്കി മൊത്തത്തിൽ വൾണറബിൾ ആക്കി വെച്ചേക്കുന്ന കാമുകിമാരുണ്ടായിരിക്കും. ദ സെയിം തിങ് ഗോസ് ടു കാമുകന്മാരും ഇങ്ങനെ ഉണ്ടാകാം. പക്ഷെ ആ ഒരു റിലേഷൻഷിപ്പിലൂടെ കടന്നു പോവുക എന്ന് പറയുന്നത് ഫിസിക്കലി ഡ്രെയിനിങ് ആണ്, മെന്റലി ഡ്രെയിനിങ് ആണ്. നമ്മൾ ടോട്ടലി ഇല്ലാതാകുന്ന ഒരിതാണ് അത്. പക്ഷെ അതിനകത്തുനിന്ന് പുറത്തു വരിക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഈസി. പുറത്ത് വരുന്നത് ഈസി അല്ല, ഒട്ടും ഈസി അല്ല. ആ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു വൾണറബിലിറ്റി എല്ലാം ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ ഇത്രയും വലിയൊരു സംഭവത്തിലാണോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു അബ്യൂസ് ആയിരുന്നോ ഇത്രയും നാൾ നേരിട്ടിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കത്തുള്ളൂ. അതുവരെ നമുക്ക് മനസ്സിലാവത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ഒരു വ്യക്തി നമ്മൾ ടോട്ടലി വൾണറബിൾ ആയിരിക്കും. ടോട്ടലി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുമായിട്ട് നമ്മൾ മൊത്തത്തിൽ അറ്റാച്ച്ഡ് ആയിരിക്കും. നമുക്കൊരു ട്രോമ ബോണ്ടിങ് എന്ന് കേട്ടിട്ടില്ലേ? അതായത് ഇരയ്ക്ക് വേട്ടക്കാരനോട് തോന്നുന്ന ഒരു നമ്മൾ ഇരയാക്കപ്പെട്ടവരാണ് എന്ന് നമുക്ക് അറിയാമെങ്കിലും അയാളിൽ നിന്ന് വിട്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. കാരണം നമ്മൾ ടോട്ടലി ഇമോഷണലി, മെന്റലി, ഫിസിക്കലിയും എല്ലാം അയാൾ വേണം, അല്ലെങ്കിൽ അയാൾ മാത്രമേ നമുക്കുള്ളൂ എന്നുള്ളൊരു കൈൻഡ് ഓഫ് മെന്റാലിറ്റിയിലായി കഴിഞ്ഞിരിക്കും. ആ രീതിയിലാക്കി കഴിഞ്ഞിട്ടാണ്, അതായത് അനുപമ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു കാര്യം ഫേസ് ചെയ്ത വ്യക്തിക്ക് മാത്രമേ അതിനെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഞാൻ സൈക്കോളജിക്കൽ ടേംസ് വെച്ചിട്ടാണ് പറയുന്നത്. നിങ്ങൾ ആ ഒരു ഇന്റർവ്യൂ പോയി കാണണം. ഏതായാലും അനുപമ പറഞ്ഞ എനിക്ക് ഏറ്റവും ക്യാപ്ചറിംഗ് ആയിട്ട് തോന്നിയ ഒരു പോർഷൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. Imagine having Onion in your life. Like one day he's Remo. Like ഭയങ്കര ലവായിട്ട് you feel like, how lucky am I to get a person like this in my life? Is this even reality? It's like a dream. Not a feeling. Next day you see Onion. ഏറ്റവും brutal എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, even if that person is seeing someone else stabbing you and killing you, they would not even just turn their head. That kind of extreme. And there is a next day where the person is humbly apologizing, begging you, pleading you.
promising you that they'll never repeat this again, crying like a baby. And then again the love bombing. The same cycle goes on and on and on and on. And think about നമുക്ക് എക്സ്ട്രീം പെയിൻ തരുന്ന ആൾ തന്നെയാണ് നമ്മുടെ റിലീഫ് അറ്റ് ദറ്റ് പോയിന്റ്. ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് ഹാവിങ് ഈ ഡ്രഗ് യൂസേജ് ഒക്കെ പോലെ അതുപോലെ യു തിങ്ക് ഇനീഷ്യലി യു സ്റ്റാർട്ട് വിത്ത് ലവ്, ബട്ട് ദെൻ they want you to make them your priority. When you prioritize them, this becomes more of an attachment, and then it becomes an addiction. So while I'm sitting here, I'm not saying I was in a very unconditional love scenario. This becomes an addiction where illada pattilla. That is where they bring you. So to protect that relationship, you keep just putting a bubble over yourself where you stop communicating with everyone else, because everyone else knows. Your family will say, no, don't, this is not right. Your friends would say, no, don't, not right. To everyone you say you don't understand that person. And I don't know, they are extremely good at manipulating you where nammal oru connection illath prashnathil polum blame namakkarikkum. Like this person would have gone to meet friends, the friends would have spoken something about something else, they'll feel bad and they will blame you for it. അതായത് തിരിച്ചു വന്നിട്ട് ഇറക്കുന്നത് മുഴുവൻ നിങ്ങളുടെ വണ്ടിക്ക്. അതെ. ഈ നാർസിസിസ്റ്റിക് റേജിനെ കുറിച്ച് ഞാൻ പലയിടത്തും വായിച്ചു. കേട്ടില്ലേ? ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടി കാണുമല്ലോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ത്രീ തുറന്നു പറയുമ്പോഴേക്കും ഇപ്പൊ അനുപമ തന്നെ പറയുന്നുണ്ട്, അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ തുറന്നു പറഞ്ഞതെന്ന് പലരും പറയുന്നു എന്ന്. അതിന്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ഫേസ് ചെയ്തവർക്ക് മാത്രമേ അതെന്തോ വലിയ സംഭവമായിട്ട് മനസ്സിലാവത്തുള്ളൂ. അല്ലാത്തവർക്കൊക്കെ പുതിയ കാലഘട്ടത്തിന്റെ പുതിയ ടേംസ്, ഇത്തരം വാക്കുകൾ, ഇപ്പൊ ഡിപ്രഷൻ ആയിക്കോട്ടെ, നമ്മളിപ്പോ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ടേംസുകൾ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ട്രോമ, ഡിപ്രഷൻ, ഇപ്പൊ നാർസിസ്റ്റിക് ബിഹേവിയർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതൊന്നും പണ്ടില്ലായിരുന്നല്ലോ. ഇപ്പോഴത്തെ കുറെ ആൾക്കാരുടെ കുറെ ടേംസുകൾ ഇതെല്ലാം പണ്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിനെയൊക്കെ ഈ രീതിയിൽ വേർതിരിച്ച് ആർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. അന്നത്തെ കാലഘട്ടത്തിൽ ഇതൊന്നും തിരിച്ചറിയാനോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ പറ്റിയിട്ട് ആൾക്കാരുടെ മുമ്പിൽ തുറന്നു പറയാനോ ഒന്നും ആർക്കും സമയം ഉണ്ടായിരുന്നില്ല. അന്ന് ഇങ്ങനത്തെ ഒരു കാലഘട്ടമേ ആയിരുന്നില്ല. അന്നും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് കുറച്ചും കൂടി ആൾക്കാർ ആ ഒരു അതായത് ആ ഒരു കെട്ടുപാടിൽ നിന്ന്, ആ ഒരു ചങ്ങലയിൽ നിന്നൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് പുറത്തേക്ക് വന്ന ആൾക്കാർ തുറന്നു പറയാൻ വേണ്ടി തുടങ്ങി. അത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് സൈക്കോളജി കുറച്ചും കൂടി ഡെവലപ്പായി, സൈക്കോളജി എന്ന് പറയുന്ന ഫീൽഡ് ഡെവലപ്പായി, അതിനെ പറ്റിയിട്ടൊക്കെ പഠിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ്. നാർസിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അവർക്ക് അവരോട് തന്നെ ഒരു സ്വയം താല്പര്യം ഉണ്ടാവത്തില്ല. അവർക്ക് ഇപ്പൊ അനുഭവം പറയുന്ന പോലെ അവർക്ക് സെൽഫ് വർത്ത് ഒന്നുമില്ല. അവർക്ക് എപ്പോഴും അവരെ തന്നെ ഫ്രേസ് ചെയ്തുകൊണ്ടിരിക്കണം, അവർക്ക് തന്നെ വാലിഡേഷൻ കൊടുക്കണം, മൊത്തം അറ്റൻഷനും അവരിലേക്കാകണം. അവരുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ അറ്റൻഷൻ ഒന്നും മറ്റൊരാളിലേക്ക് പോകാൻ പാടില്ല. അവരുടെ പ്രയോറിറ്റി എപ്പോഴും ഫുള്ളി താൻ തന്നെ ആയിരിക്കണം എന്നുള്ളൊരു ചിന്തയായിരിക്കും മൊത്തത്തിൽ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ്, അപ്പം പ്രത്യേകിച്ച് അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് അത് പൊട്ടിച്ച് പുറത്തു വരാൻ. നേരെ മറിച്ച് അങ്ങനെ ഒരു പേരൻസിന്റെ മക്കളായിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലോ അതും നമുക്ക് മെന്റലി ഭയങ്കര ഇഷ്യൂ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് അത്തരം അമ്മമാർ അല്ലെങ്കിൽ അത്തരം അച്ഛന്മാർക്ക് മക്കൾ എപ്പോഴും തങ്ങളുടെ കൺട്രോളിലായിരിക്കണം. ഇനി നേരെ മറിച്ച് അത്തരത്തിലുള്ള ഒരു വൈഫോ ഹസ്ബൻഡോ ആണെന്നുണ്ടെങ്കിൽ ആ തന്റെ വൈഫ് അല്ലെങ്കിൽ തന്റെ ഹസ്ബൻഡ് എപ്പോഴും തന്റെ കൺട്രോളിലായിരിക്കണം. താൻ പറയുന്ന രീതിയിലായിരിക്കണം മൊത്തം കാര്യങ്ങൾ നടക്കേണ്ടത്, അല്ലെങ്കിൽ താൻ പറയുന്നത് പോലെ ആയിരിക്കണം അവരുടെ ജീവിതത്തിലെല്ലാം നടക്കേണ്ടത്. മൊത്തത്തിൽ ഞാനായിരിക്കണം അവരുടെ സെന്റർ ഓഫ് അറ്റൻഷൻ. അതായത് അവരൊരു സൂര്യനാണ്, സൂര്യന് ചുറ്റും കിടന്ന് കറങ്ങുന്ന പ്ലാനറ്റ്സ് ആയിരിക്കണം അവരുടെ ചുറ്റുമുള്ള ആൾക്കാരെ എന്ന് കരുതുന്ന ആൾക്കാരാണ്. അപ്പൊ ആ പ്ലാനറ്റ്സ് കറങ്ങിയില്ലെന്നുണ്ടെങ്കിൽ ഈ സൂര്യൻ പെട്ടെന്ന് സൂര്യന്റെ പ്രകാശം ഡിം ചെയ്ത് അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യും. അതായത് അത്രയും നാൾ അവർക്ക് കൊടുത്തിരുന്ന സ്നേഹം കുറയ്ക്കും, സൈലന്റ് ട്രീറ്റ്മെന്റിലൂടെ അവരെ പിന്നെയും വരുതിക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും, ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യും. അങ്ങനെ പല പരിപാടികളുണ്ട് ഇത്തരക്കാരുടെ കയ്യിൽ. നമുക്ക് തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത്തരക്കാരെ. വൺസ് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു രീതിക്കനുസരിച്ച് നിൽക്കാൻ നമ്മൾ പഠിക്കണം. നമുക്കൊരിക്കലും ഇത്തരക്കാരോട് തർക്കിച്ച് ജയിക്കാനോ അല്ലെങ്കിൽ തർക്കിച്ച് അവരുടെ അറ്റൻഷൻ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. അവരെ തിരുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവർ സ്വയം തിരുത്താൻ തയ്യാറാവത്തില്ല. കാരണം അവർക്ക് തന്നെ അറിയത്തില്ല അവർ കാണിക്കുന്നത് തെറ്റാണെന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുറന്നു പറച്ചിൽ എല്ലാവർക്കും ഒരു 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 മോട്ടിവേഷൻ കൂടിയാണ്. കാരണം ഇത്തരം റിലേഷൻഷിപ്പിലുള്ളവർക്ക്, ഇത്തരം റിലേഷൻഷിപ്പിലാണെന്ന് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിങ്ങനെ കഷ്ടപ്പെട്ട് സഹിച്ച് ഫേസ് ചെയ്ത് ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ കാര്യമാണ്. ഒരിക്കലും അത് അറ്റൻഷൻ സീക്കിംഗ് എന്നൊന്നും പറഞ്ഞ് നമ്മൾ തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. സത്യത്തിൽ വളരെ വലിയൊരു ബ്രേവറിയാണ് കാണിച്ചത്. ഇത്രയും ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെ തുറന്നു പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ.